എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു, അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടയാണ് ഈ പറയുന്ന വ്യക്തി. 2020 മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. അല്ലാതെ തുണി ഊരി കാണിച്ചു, തുണി പൊക്കി കാണിച്ചു, വൈറലാമേ. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു കാര്യം സംസാരിച്ചിരുന്നു. അതായത് ജാസി ഹെലനെ ഡ്രസ്സ് മാറ്റി കാണിച്ചു എന്നുള്ള രീതിയിലേക്ക് ഒരു കാര്യം സംസാരിച്ചിരുന്നു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു സ്ത്രീ വന്നിരിക്കുന്നുണ്ടോ, അത് ജാസിയുടെ കൂട്ടുകാരിയാന്ന് പറയുന്നത്. അതായത് അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് അവർ തമ്മിൽ ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. ഈ ജാസിയും ഹെലനും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു, മുമ്പ് സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് ആ സാഹചര്യത്തെ കൊണ്ട് കാണിച്ചു. അതിനകത്ത് എത്ര കാര്യം എന്നതാ ചോദിക്കുന്നത്. എന്ത് കാര്യം ഇരിക്കുന്നത് അതിനകത്തൊക്കെ? ഇത് വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ഒരു സ്ത്രീയെ, ഒരു ട്രാൻസ്ജെൻഡർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തുണിമുഖി കാണിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി അതിപ്പോൾ പെണ്ണായാലും ആണായാലും ട്രാൻസ്ജെൻഡർ ആയാലും മറ്റൊരാളെ നമ്മുടെ നഗ്നത കാണിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു, അല്ലേ? അതിനകത്ത് എന്തൊരു വിരുദ്ധാഭാസമാണ് ഇവർ പറയുന്നത്. എത്ര ഇപ്പം നിങ്ങൾ പറയുന്നു അവരുടെ ഡ്രസ്സ് മാറ്റി അവരെ ശുശ്രൂഷിച്ചൊക്കെ നിങ്ങളാണെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിൽ തെറ്റില്ല, ഞാനത് പറയുന്നില്ല. പക്ഷേ ഈ ജാസി എന്ന് പറഞ്ഞ ആൾ എന്തിനാണ് അത്, ഞാനത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇതാണോ ഉള്ളതെന്നുള്ളത് നാട്ടുകാർ മൊത്തം കാണിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? കാരണം അവരെ ന്യായീകരിക്കരുത്. കാരണം അത് തെറ്റാണ്. സമൂഹത്തിന് മുന്നിൽ ജാസി എന്നല്ല ആരായാലും, ഇപ്പോൾ ഒരു പുരുഷനാണ് കാണിച്ചെങ്കിലോ, ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു പുരുഷൻ അത് തുണിമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ? ഞാനിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അത് തെറ്റല്ലേ പറയുന്നത്? ജാസി അല്ലെന്ന് ആരായാലും തെറ്റാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം സമൂഹത്തിൽ പൊതുവേ തന്നെ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അവർ 1 2 തുണിമൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ ബോംബെയിലൊക്കെ ടൂറിനും അതുപോലെ തന്നെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ ട്രെയിനുകളിലൊക്കെ ഇവർ വരാറുണ്ട്. ചിലവരോട് വഴക്കിടാറുണ്ട്, ചിലവരോട് ഇങ്ങനെ തന്നെ കാണിക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. കാരണം അതേ ഒരു ഇതല്ല. കാരണം നമുക്ക് വേണ്ടത് അവരെ ഉയർന്ന, അതായത് വിദ്യാഭ്യാസപരമായിട്ടും ലിംഗപരമായിട്ടും അവരെ ഉയർത്തിക്കൊണ്ടുവരിക ചെയ്യേണ്ടത്. കാരണം നിങ്ങളെ പോലുള്ള ഈ ജാസിയെ പോലുള്ളവർ തന്നെയാണ് ബാക്കിയുള്ളവരെ കൂടെ പേരുദോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. എത്ര നല്ല കണക്ക് ഇപ്പം നാദ്രിനെയൊക്കെ നോക്കി എത്ര നല്ല കണക്ക് ജീവിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഈ ജാസിക്കൊന്നും സത്യം പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. പിന്നെ എന്തിനാണ് ഈ കാണിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ജോലി ഇല്ലാതെ ചിലപ്പം എന്താ പറയുന്ന ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ തൊഴിൽ തന്നെ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ജെൻഡേഴ്സ് ഉണ്ട്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഫിനാൻഷ്യലി മാനസികമായിട്ട്. ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാശില്ലാണ്ട് പറ്റി അവർ പല കാര്യങ്ങളും ചെയ്തിട്ടും ഈ ജാസിക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല. പിന്നെയും നാട് മൊത്തം ഇറങ്ങി ട്രോളുകൾ ഏറ്റുവാങ്ങി ആ കമ്മ്യൂണിറ്റിനെ മൊത്തം നാറ്റിക്കുകയും ചെയ്തിട്ട് ഞാനെന്തോ അച്ചീവ് ചെയ്ത കണക്ക് എന്തോ അച്ചീവ് ചെയ്തിട്ടുള്ളൂ വെളിയിൽ ഇറങ്ങിയിട്ട് പറയുന്നതൊക്കെ പൊട്ടത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത്.